ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വർക്ക് ഫ്രം ഹോമിനെ പറ്റിയിട്ടാണ്. അപ്പം വർക്ക് ഫ്രം ഹോമിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ഒരുപോലെ ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പുറത്ത് പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ നാട്ടിൽ കാണാറുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ചെയ്യാറുണ്ട്, എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ട് ആണ് നാട്ടിൽ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, വർക്ക് ഫ്രം ഹോം ആണല്ലേ, അപ്പോൾ നല്ല സുഖമാണല്ലോ, പണിയൊന്നും എടുക്കണ്ടല്ലോ എന്ന്. ഇത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യാത്ത പുറത്തുള്ള ആൾക്കാരുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. വർക്ക് ഫ്രം ഹോം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്, വെറുതെ വീട്ടിലിരുന്നാൽ മതി, ലാപ്ടോപ്പിൽ കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോണ്ടിപ്പുറക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിലാണെന്നാണ് ആൾക്കാരുടെ ഒരു വിചാരം. അപ്പം അതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോമിൽ നമുക്കൊരു മെയിനായിട്ട് 3 കാറ്റഗറി എടുക്കാം. ഒന്നാമത്തെ കാറ്റഗറി അൺമാരീഡ് ആയിട്ടുള്ള ആണോ പെണ്ണോ, സെയിം കേസാണ്. അപ്പം അവർക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, ലാപ്ടോപ്പ് തുറക്കുക, ജോലിയൊക്കെ എടുക്കുക. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ രാവിലെ പല്ല് പോലും തേക്കാണ്ട് വന്നിട്ട് നമുക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ പറ്റും. 8 മണിയാകുമ്പോൾ എണീറ്റാലും കുഴപ്പമൊന്നുമില്ല. ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളില്ല, മഴയത്തൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് പോവണ്ട, പെട്രോൾ ലാഭിക്കാം. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുഖമാണ്, ഓക്കെയാണ് എന്ന രീതിയിൽ. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാറുള്ളതിൽ രാവിലെ എഴുന്നേൽക്കുക, ഇതുപോലെ സെയിം കേസ്, പല്ലേക്കാതെയും വന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പം അവർക്ക് വന്നിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഭക്ഷണം കഴിക്കാം, ഉച്ചയ്ക്കാണെങ്കിലും കഴിക്കാം, ജസ്റ്റ് എന്തിനെങ്കിലും ഒന്ന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അപ്പം അതും സുഖമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സെയിം കേസ്, പെട്രോളും അതും ഇതും നമുക്ക് രാവിലെ യാത്രയായി പോകണ്ട, അങ്ങനെയുള്ള എല്ലാ അഡ്വാൻറ്റേജസും ഉണ്ട്. പിന്നെ നാട്ടിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം, നാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരേണ്ട കാര്യമില്ല, അങ്ങനെയെല്ലാം ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. ഞാനടക്കമുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു കാറ്റഗറി വർക്കിംഗ് മദേഴ്സാണ്. അതായത് അമ്മമാരാണ്, കുഞ്ഞു കുട്ടികളുള്ള, അതായത് ഒരു ചെറിയ കുട്ടികൾ, നമ്മൾ നോക്കേണ്ട കുട്ടികൾ ഉള്ള അമ്മമാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു LKG തൊട്ട് ഒരു 3ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ് വരെ പ്രായമുള്ള ഒരു കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ കാര്യമാണ് അടുത്ത കാറ്റഗറി. നല്ല സുഖമാണ് കേട്ടോ ഈ അമ്മമാർക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള കാര്യം. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, പിന്നെ ലഞ്ച് ഉണ്ടാക്കുന്നു. പിന്നെ ഈ ഉണ്ടാക്കുന്ന ജനറലി കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ലഞ്ചിൽ ചില കറികളൊന്നും അവൻ കഴിക്കാത്തതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അവന് വേണ്ടിയിട്ട് വേറെ ലഞ്ച് ഉണ്ടാക്കണം. വല്ല ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ തോരനോ, അവൻ കഴിക്കുന്ന എന്തെങ്കിലും തോരനോ അല്ലെങ്കിൽ അങ്ങനെ ഓംലെറ്റ്, അങ്ങനെ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടെ ഉണ്ടാക്കണം. അങ്ങനെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കണം. ഇത് മുഴുവൻ റെഡിയാക്കി കഴിഞ്ഞ് ബാഗും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആളെ പോയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ 8 മണിക്ക് വിളിച്ച് എണീപ്പിച്ച് പല്ല് തേപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തണം. പിന്നെ രണ്ടാമത്തെ മെയിനായിട്ടുള്ള ടാസ്ക്കാണ് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ വാരി കൊടുക്കണം, ഫുഡ് കൊടുക്കണം, യൂണിഫോം ഇടിയിക്കണം. അത് കഴിഞ്ഞിട്ട് ബാഗും മടിയുണ്ടെങ്കിൽ ആ മടിയും കൂടെ മാറ്റി കഥയും കിന്നാരവും പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ വിടണം. വിടുമ്പോഴത്തേക്കും സമയം ഒരു 9:20, 9:30 ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളുണ്ടാവും, നമുക്ക് കഴിക്കാനുണ്ടാവും. അങ്ങനെ ഈ കഴിച്ച പാത്രങ്ങൾ മുഴുവൻ കഴുകി വെക്കണം, പിന്നെ അടിച്ചു വാരണം. ഓക്കെ, അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ 10 മണി 10:15 ആവും. അത് കഴിഞ്ഞ ഇതെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യാൻ കരുതും. അങ്ങനെ ഡ്യൂട്ടി ചെയ്യും. ഇനി ഒരു 10 മണി തൊട്ട് 3:30 വരെയുള്ള ഒരു സമയമാണ് ഞാൻ ചെയ്യാറുള്ളത്. ആ ഒരു ഡ്യൂറേഷനിൽ ഈ 3:30 വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ പോസ്റ്റ്മാൻ വരും, കൊറിയർ വരുന്നവർ വരും, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വരും, ബന്ധുക്കൾ വരും. ഇവരോടൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ, അവൾ വലിയ മുമ്പത്തെ ആൾക്കാരാണ്, ആരോടും മിണ്ടത്തില്ല എന്നുള്ള കമൻസ് ഒക്കെ വരും. അപ്പം അങ്ങനെ നമുക്ക് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒത്തിരി പോകുന്നുണ്ട്. പിന്നെ ഈ 10 മണി തൊട്ട് 3 മണി വരെ എന്നുള്ളതൊരു കംപ്ലീറ്റ് ടൈമല്ല. പിന്നെ ഈ 3:30 ആകുമ്പോൾ വീണ്ടും 4 മണിയാകുമ്പം പിള്ളേർ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, പിള്ളേർ വരുമ്പോൾ കുളിപ്പിക്കണം,
ഓക്കെ. അത് കഴിഞ്ഞിട്ട് എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ. അപ്പം നമ്മൾ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാനത് കളിക്കാനോ ലൂഡോ കളിക്കാനോ അല്ലെങ്കിൽ മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ അവനെയും കൂടെ പുറത്ത് പോകും. പുറത്ത് പോയി അവൻ്റെ സൈക്കിളും കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയി കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയിട്ട് വരും. തിരിച്ച് നേരെ വന്നു. പിന്നെ ഹോം വർക്ക് ടൈമാണ്. നമ്മൾ ഇരുത്തി ഹോം വർക്ക് ചെയ്യിക്കണം. ഈ ഹോം വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 7:30 7:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിന്നർ ടൈമായി. പിന്നെ ഭക്ഷണം ഡിന്നർ കൊടുക്കണം. ഡിന്നർ കൊടുത്തു കഴിഞ്ഞ് നമ്മളിതേ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് കിച്ചൺ ക്ലിയർ. അതായത് നമ്മൾ രാവിലെ എത്രയൊക്കെ കിച്ചൺ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും രാത്രി വീണ്ടും നമ്മൾ കിച്ചൺ ക്ലിയർ ചെയ്യണം. പാത്രം കഴുകാനുണ്ടാവും, രാവിലത്തെ ചോറൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, കറി വിളമ്പി വെച്ച പാത്രങ്ങളുണ്ടാവും, കഴിച്ച പാത്രങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാ പാത്രങ്ങളും കിച്ചൺ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് എടുക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള അരി അരയ്ക്കാനുണ്ടാവും, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യണം. പിന്നെ നമ്മൾ മറന്നു പോകാണ്ട് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വല്ല കടലക്കറിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതൊക്കെ വെള്ളത്തിലിടണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഒരു 8-8:30 സമയമൊക്കെ ആവും. പിന്നെ പാല് കൊടുക്കണം, കൊച്ചിന് ഉറക്കണം. ഈ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ആളെ ഉറക്കിയിട്ടില്ലെങ്കിൽ രാവിലെ 8 മണി 7:30-8 മണിയാകുമ്പോഴത്തേക്കും എഴുന്നേൽക്കത്തില്ല. അപ്പം ഞാൻ വീണ്ടും 8 മണിയാകുമ്പോൾ 8:30-9 മണിയാകുമ്പം വീണ്ടും പോയി കൊച്ചിനെ ഉറക്കണം. ഉറക്കി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഞാൻ എൻ്റെ പെൻഡിങ് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്കറിയത്തില്ല ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ ഇത്ര സുഖമെന്ന്. ഭയങ്കര നല്ല സുഖമാണല്ലോ എന്നൊക്കെയാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്കുണ്ട് കേട്ടോ. കാര്യം നമുക്ക് രാവിലെ റെഡി ആയിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബസ് കയറി പോവണ്ട. അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് അത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ബാക്ക് ടു ഓഫീസാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് 8 മണിയാകുമ്പോഴത്തേക്ക് ഞാനും പോവും, കുട്ടിയും പോവും. അത് കഴിഞ്ഞിട്ട് എൻ്റെ 5 മണി വരെയുള്ള എൻ്റെ വർക്ക് അവിടെയാണ്. എനിക്കവിടെ സമാധാനമുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വരത്തില്ല. ആരെങ്കിലും വരും എന്നുള്ള കൺസേൺ വേണ്ട. അതൊരു സ്കെഡ്യൂൾഡാണ്, ഒരു സിസ്റ്റമാറ്റിക്കാണ്. 5 മണി വരെ എൻ്റെ വർക്ക്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വീട്ടിലെ ടൈം മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയൊന്നുമല്ല. നമുക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ബീയിങ് ഇൻ വർക്ക് ഫ്രം ഹോം നമ്മൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ 9:30 ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ US ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ അവർ അവൈലബിൾ ആയിരിക്കുന്ന സമയം 9:30, നമ്മുടെ 9:30-10 മണി സമയത്തൊക്കെ ആയിരിക്കും. അപ്പം നമ്മളപ്പം അവൈലബിൾ ആയിരിക്കണം. അതാണ് വേറൊരു പ്രശ്നം. അപ്പം എനിക്ക് തോന്നുന്നു വർക്ക് ഫ്രം ഹോം എല്ലാവർക്കും ഒരുപോലെയൊന്നുമല്ല. അപ്പം നിങ്ങളൊക്കെ കാണുന്നത് പോലെ എളുപ്പമുള്ള ആൾക്കാരുണ്ട്, ഉണ്ടാവാം. അപ്പം എല്ലാവർക്കും ഒരുപോലെയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു വർക്കിംഗ് മദേഴ്സായിട്ടുള്ള അതായത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന അമ്മമാർ, ഇതുപോലെ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് തോന്നുന്നൊരു കാര്യം, ഇപ്പം സ്കൂളിൽ എന്തെങ്കിലും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പോയിട്ട് വരാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഏർജൻസി പറയുവാണെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് വരാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് അങ്ങനെ പോയിട്ട് വരേണ്ട കാര്യമില്ല, നമുക്കൊന്ന് പോയിട്ട് വരാം. അതെനിക്ക് തോന്നുന്നു വർക്ക് ഫ്രം ഓഫീസ് ആണെങ്കിലും ഒന്ന് ബാങ്കിൽ പോയിട്ട് വരുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളൊക്കെ അടുത്തായിരിക്കും, ഒന്ന് പോയിട്ട് വരുന്ന കാര്യത്തിലൊന്നൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല ഫാമിലി ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്. പിന്നെ രാവിലെ ഒരുങ്ങി പോവണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീയിങ് എത്ര അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും ഭയങ്കര എളുപ്പം അല്ലെങ്കിൽ പണിയെടുക്കാതിരിക്കും അങ്ങനെ ഒന്നുമല്ല. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പണിയുണ്ട്, നല്ല പോലെ പണിയെടുക്കണം. നമുക്ക് കഷ്ടപ്പാടുണ്ട്, വീട് നോക്കണം, വീട്ടിലുള്ള എല്ലാം നോക്കണം, അങ്ങനെ എല്ലാ കഷ്ടപ്പാടും. അപ്പം ആർക്കും എളുപ്പമൊന്നുമല്ല. അപ്പം ഇതുപോലെ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന അമ്മമാരും ആൾക്കാരും ഒക്കെ കമൻറ്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരുടെയും വിചാരം വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെടുക്കണ്ട, നല്ല എളുപ്പമാണ്, ലാപ്ടോപ്പിന് മുന്നിലിരുന്നാൽ മാത്രം മതി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്